എന്റെ ഷോയിലുള്ളത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പ്രിയപ്പെട്ട സുരേഷ് ഏട്ടന്റെ മകൻ മാധവ് സുരേഷ് ഗോപിയാണ്. ഹലോ മാധവ്, നമസ്കാരം. എന്തരാണല്ലേ മാധവാണ് വരുന്ന, അല്ലെങ്കിൽ മാധവനെ കുറിച്ച് പൊതുവേ കേൾക്കുന്ന ഭയങ്കര ജീനിയസ് ആയിട്ടുള്ള ആളാണ്. നെക്സ്റ്റ് പൃഥ്വിരാജ് ലോഡിംഗ് എന്നൊക്കെ കുറെ പേര് പറയുന്നുണ്ട്. എന്നെ പറ്റി പരക്കെ അങ്ങനെ ഒരു പരാതി ഉണ്ട് കേട്ടാ. ഇന്നിപ്പോ ഞാൻ മാധവിനെയാണ് ഇന്റർവ്യൂ എടുക്കാൻ വരുന്നതെന്ന് പറഞ്ഞപ്പോ ആള് ഭയങ്കര ജീനിയസ് ആണോ, ആൾക്ക് ഭയങ്കര ആൻസേഴ്സ് അതെ ഒരുപാട് പോസിറ്റീവ്, അതോടൊപ്പം തന്നെ കുറെ നെഗറ്റീവ് കമന്റ്സ് വന്നു. ഷോപ്പാണ്, എന്തിനിങ്ങനെ ഇരിക്കുന്നേ, ഇങ്ങനെയാണ് അങ്ങനത്തെ കമന്റ്സ് ഒക്കെ വായിക്കുമ്പോ. ചെന്നായ്ക്കളുടെ നടുവിൽ കുറുക്കനെങ്കിലും ആയില്ലെങ്കിൽ ഓടി രക്ഷപ്പെടുന്നത് എങ്ങനെയാ? പിന്നെ നമ്മുടെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞ് ആളുടെ ഒപ്പീനിയൻ നാളെ മാറിയിട്ടില്ല. നല്ല നട്ടലിന്റെ ഗുണമല്ലേ അത്. സത്യം പറയാലോ, ട്രാഫിക് സാർ ആളൊരു കുറുക്കനാ. എന്നോട് എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴും എന്നോട് ആ ഒരു ലെവലിലുള്ള ഹെയ്റ്റ് കാണിച്ചിട്ടുണ്ടെന്ന്. ഇറ്റ്സ് ബിക്കോസ് മൈ ഫാദർ ഈസ് എ BJP മിനിസ്റ്റർ. അത് പലർക്കും ഈ നാട്ടിൽ സഹിക്കുന്നില്ല. നമ്മുടെ പുക കാണാൻ നടക്കുന്ന ആൾക്കാർ വരുന്നുണ്ട്. പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, മിക്കവാറും പുക. Something happened on Facebook around the time ഇത് OTT-ൽ വന്നിട്ട് recently, right? അതെ, റീസെന്റ് ആണ് OTT ഇറങ്ങിയത്. So അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. നമ്മൾ അനാഥരാണ്, പക്ഷെ ഗുണ്ടകളല്ല. 2-3 പേജസ് വളരെ പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ ഇട്ടതായിരുന്നു. മാധവ് സുരേഷ് ഈ ക്യാരക്ടർ ചെയ്താൽ കുറച്ചും കൂടെ നന്നായിരിക്കുമെന്ന് പറഞ്ഞു. അതിച്ചിരി കൂടുതലല്ലേ? I found that very disrespectful to the work Sandeep has done. It's stop comparing. Appreciate or criticize. എന്തോ സാറിനോട് ഇംഗ്ലീഷ് പറയും, സാറിന് പിടികിട്ടിയില്ല, അത്രയല്ലേ ഉള്ളൂ. ഇനി മേലെ എന്റെ കൂടെ ചോദിക്കാൻ സാറിനോട് ഇംഗ്ലീഷ് പറഞ്ഞാലുണ്ടല്ലേ. ഇതിന്റെ അടിയിലുള്ള കമന്റ്സിൽ വന്നിരിക്കുന്നത് അഗൈൻ ദി ഓൾട്ടറിംഗ് പെർസ്പെക്റ്റീവ് ഓഫ് പീപ്പിൾ. നിങ്ങൾ തന്നെ PR ഇട്ടിട്ട് PR-ന് വേണ്ടി തനിയെ ചെയ്യുന്നതല്ലേ. ഇതാണ് ഈ മലയാളികളുടെ കുഴപ്പം. ആരെങ്കിലും എന്തെങ്കിലും അപകടം പറഞ്ഞുണ്ടാക്കിയാൽ അത് നാക്കി പോലും തൊടാതെ അണ്ണാക്കിലുണ്ടെങ്കിൽ വിഴുങ്ങുക. അവനിത് ചെയ്തിരുന്നെങ്കിൽ മോശമായനെ, അവൻ ചെയ്തിരുന്നെങ്കിൽ നന്നായാനെ. പോസ്റ്റ് ഇടുമ്പോഴത്തേക്കും മീഡിയക്കാർ ആലോചിക്കണമെന്ന് പറഞ്ഞാൽ ആൾക്കാരെ കൊണ്ട് ഇങ്ങനെ ചിന്തിപ്പിക്കാനാണ് ചെയ്യുന്നത്. അവരുടെ റീച്ചിന് വേണ്ടി തമ്മിൽ തല്ലിപ്പിക്കുകയാണ്. എന്തിനാടാ കൊന്നിട്ട്? ഇയാളുടെ മകളും നമ്മളെ പോലെ തന്തയില്ലാതെ വളരാനോ? അപ്പൊ നമുക്ക് ഉച്ചയ്ക്ക് കാണാം. ഞങ്ങൾ വിടാം. വേണ്ട, ഞങ്ങൾ നടന്നോളാം. എക്സസൈസ്